വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി. ആധുനിക മനുഷ്യൻ അനിതര സാധാരണമായ കിടമത്സരങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. തൻ്റെ നിലനിൽപ്പിനാധാരം മത്സരങ്ങളാണ് എന്ന മിഥ്യാധാരണയിലാണ് അവൻ്റെ ജീവിതം. ജീവിച്ചിരിക്കുന്ന കാലമത്രയും തൻ്റെ സഹജീവികളോടുള്ള മാത്സര്യ സ്വഭാവം മനുഷ്യൻ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. സമ്പത്തിനു വേണ്ടി, പദവിക്കു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടി, പ്രശസ്തിക്കു വേണ്ടി സ്ഥാപനങ്ങളും അധികാരങ്ങളും തങ്ങളുടെ അധീനതയിൽ തന്നെ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിർത്താനും മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അധികാരം കരസ്ഥമാക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, സമസ്ത മേഖലകളിലും തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളും കഠിനാധ്വാനവും ചതിയും വഞ്ചനയും കുതികാൽവെട്ടും മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങളും ആവശ്യമാണ് എന്ന സന്ദേശമാണ് പലപ്പോഴും ഉയർന്ന തലങ്ങളിൽ വിരാജിക്കുന്ന കോർപ്പറേറ്റുകളും രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരും നമ്മളുടെ മുമ്പാകെ ജീവിച്ച് കാണിച്ചു തരുന്നത്. ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ്. ആ വൈവിധ്യമാണ് സമൂഹത്തിൻ്റെ സൗന്ദര്യവും നൈരന്തര്യതയും. സർഗാത്മകമായ വൈവിധ്യത്തെ അറിയാതെ സാമ്യത്തെ മാത്രം എടുക്കുമ്പോഴാണ് മത്സരമാണ് വേണ്ടതെന്ന ബോധമുണ്ടാവുന്നത്. മത്സരങ്ങളുടെ ലോകത്ത് ധാരാളം പരിമിതികളും പ്രതിബന്ധങ്ങളും ഉച്ചനീചത്വങ്ങളുമുണ്ട്. എന്നാൽ സൃഷ്ടിപരതയുടെ ലോകം പരിമിതികളറിയാത്ത, പ്രതിബന്ധങ്ങളില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു വിശാലമായ ലോകമാണ്. അത് സമൂഹത്തിലെ ദുർബലർ, ദരിദ്രർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ അടിച്ചമർത്തപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം നൽകലാണ്. ജനാധിപത്യ മൂല്യങ്ങളുടെ ഏറ്റവും പ്രായോഗികമായ അവസ്ഥയാണത്. പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങുന്നവർ ഭാവന ദരിദ്രരാണ് എന്നാണ് ഓസ്കാർ വൈൽഡ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. കിടമത്സരങ്ങളുടെ ലോകത്ത് ഇറങ്ങിപ്പുറപ്പെടുന്ന വ്യക്തി മത്സരിച്ച് ജയിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം പണയപ്പെടുത്തുക സ്വന്തം സവിശേഷതകളെയാണ്, സർഗാത്മകതയാണ്. മത്സരത്തിൽ നമ്മൾ മറികടക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ പരിമിതികളെയല്ല, മറിച്ച് മറ്റൊരാളുടെ കഴിവിനെയാണ്. സമകാലിക ലോകത്ത് മത്സരാധിഷ്ഠിത മനസ്സുള്ളവർ തങ്ങളുടെ സാമർഥ്യം പരാജയപ്പെടുമെന്ന് കണ്ടാൽ, തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ എന്ത് കുതന്ത്രങ്ങൾ മേഞ്ഞും മത്സരങ്ങൾ ജയിക്കാനും തങ്ങളുടെ അധികാരം നിലനിർത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിസാമർഥ്യം കപടതയുടെ അകംപൊരുളുകളുള്ള മാന്യതയുടെ പൊയ്മുഖമണിഞ്ഞ മൃഗീയമായ ഒരു വാസനയാണ്. കിടമത്സരങ്ങൾ ഊർജം ചോർത്തിക്കളയുമ്പോൾ സൃഷ്ടിപരത ഊർജദായകമാണ്. മത്സരത്തിനായി നമ്മൾ കഷ്ടപ്പെട്ട് തയ്യാറെടുക്കുകയാണ്, നമ്മുടെ ഊർജം വൃഥ പാഴാക്കുകയാണ്. പല ഘട്ടങ്ങളിലും മത്സരിക്കുകയല്ലാതെ മറ്റു രക്ഷയില്ല എന്നതുകൊണ്ടുകൂടിയാണത്. സൃഷ്ടിപരതയെ അതിമനോഹരമായി സ്റ്റീവ് ജോബ്സ് വിശദീകരിച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി എന്നാൽ കാര്യങ്ങളെ ക്രിയാത്മകമായി ബന്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. വളരെ ക്രിയേറ്റീവായ ആളുകളോട് അവരെങ്ങനെയാണത് ചെയ്തത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി പറയാൻ അവർക്ക് സാധിക്കണമെന്നില്ല. കാര്യം അത് അവരിൽ അന്തർലീനമായി കിടക്കുന്ന അവരുടെ നൈസർഗികമായ വാസനയുടെ ചേതോവികാരങ്ങളുടെ പരിച്ഛേദം മാത്രമാണ്. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സർഗാത്മകതയാണ് അവരെ അതിന് പ്രാപ്തരാക്കുന്നത്. രാജ്യത്തിനാവശ്യം, നമുക്കാവശ്യം സൃഷ്ടിപരമായ നിപുണതയുള്ള, സർഗാത്മകതയുള്ള ഒരു നേതൃത്വമാണ്, മറിച്ച് മത്സരക്ഷമതയുള്ള നേതൃത്വമല്ല. സൃഷ്ടിപരവും സർഗാത്മകവുമായ നേതൃത്വത്തിന് മാത്രമേ എല്ലാ വിഭാഗം മനുഷ്യരെയും പ്രതിനിധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധിജി ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ആളുകൾക്ക് പോലും രാജ്യത്തിൻ്റെ നാനോന്മുഖമായ പ്രവർത്തനങ്ങളിൽ, പുരോഗതിയിലേക്കുള്ള പരിശ്രമങ്ങളിൽ പങ്കാളികളാവാനും പ്രവർത്തന സന്നദ്ധരാവാനും ഉതകുന്ന രൂപത്തിൽ വാതിലുകളുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ വലിയൊരു വിഭാഗം, ദുർബല വിഭാഗം അടിച്ചമർത്തപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ, നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർ തൂത്തെറിയപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മെ നയിക്കുന്നവർ, നമുക്കായി നേതൃത്വം നൽകുന്നവർ നമ്മെ ഉൾക്കൊള്ളുന്നവരായി മാറട്ടെ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നവരാകട്ടെ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി.